ജില്ലാ കമ്മിറ്റിയാണ് വ്യവസായ സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയാണെന്നാണ് ഞാൻ കുറച്ച് സമയത്ത് എത്തിയിട്ടുള്ളത്. ഞാൻ എൻ്റെ കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റ് ബാപ്പുവല്ലി, ജനറൽ സെക്രട്ടറി സുനിൽ കുമാർ, സിലിം രാമനാഥ് സംസ്ഥാന സെക്രട്ടറി രംഗം, യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റുമാണ്. AVM കബീർ, അദ്ദേഹം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ആശ്വാസ് കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ചെയർമാനാണ്. രാഷ്ട്രീയിക്കുന്നത് മനാർ കാപ്പാട്, കോഴിക്കോട് ജില്ലയുടെ വൈസ് പ്രസിഡന്റ്. നമ്മുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വയനാടിനും ഒരേ സമയത്ത് ഉരുൾപൊട്ടലുണ്ടായ ആ ഒരു സംഭവത്തിൽ വേണ്ടത്ര മാധ്യമ ശ്രദ്ധ വയനാടിന് കിട്ടാൻ പോയത് വയനാടിൻ്റെ ഒന്ന് ഏറ്റവും ദാരുണമായ ദുരന്തം കൊണ്ടാണ്. വയനാട്ടില് മരണവും അതുപോലെ തന്നെ ഒരുപാട് പേര് മരണവും കാണാതായതും അതുപോലെ നാശനഷ്ടങ്ങളും ഭീകരമായിട്ടുണ്ടായിട്ടുണ്ട്. ഞങ്ങളവിടെയൊക്കെ പോയി സന്ദർശിക്കുകയും അവരൊക്കെ പുനരധിവാസത്തിന് ആവശ്യമായ ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വയനാടില് വളരെ വലിയ ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നാശനഷ്ടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു റിട്ടയർഡ് അധ്യാപകനാണ് മരണപ്പെട്ടത്. ഒരു മരണം കൊണ്ട് അവിടെ രക്ഷപ്പെട്ടു എന്ന് പറയാം. അവിടെ ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ വയനാട്ടിൽ 42 വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടില്ല. അതായത് 11 നിശേഷം ഒലിച്ചു പോയതാണ്. അങ്ങനെ കട പോലും ഇല്ല. അവിടെ കടന്ന സ്ഥലവുമില്ല. വയനാട്ടിൽ 31 കടകൾ ഭാഗികമായിട്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ചതാണ്. അതുപോലെ വയനാട്ടിൽ 62 കടകൾ നിശേഷം നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുമ്പോൾ അതിനൊന്നും മുൻകാലങ്ങളിലൊന്നും ഇതുപോലത്തെ സഹായങ്ങളൊന്നും മറ്റൊരു ഏജൻസിയോ സർക്കാരൊന്നും ലഭിക്കാറില്ല. നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ വന്ന നാശനഷ്ടങ്ങൾ അവരുടെ ഉപജീവനമാണ്. ആ ഉപജീവനത്തിന് പ്രയാസം നേരിടുന്ന ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ, അവർ വീടുകളൊക്കെ പോയിട്ടുണ്ട്. ഭാഗികമായിട്ട് വീട് തകർന്നവർ, വീട് പൂർണ്ണമായിട്ട് പോയവർക്ക് അവിടെയൊക്കെ ചെന്നപ്പോൾ കാണുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ വയനാട്ടിൽ ഞങ്ങൾ ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി, കോഴിക്കോട് ജില്ലയിൽപ്പെട്ട പ്രദേശം എന്ന നിലക്ക് വയനാട്ടിലെ വ്യാപാര സ്ഥാപനങ്ങൾ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ വയനാട്ടിലേക്ക് അതിന് വേണ്ടുന്ന ഫണ്ടുകളും ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി വയനാട് ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വിഹിതം അതിന് വേണ്ടി നൽകുന്നുമുണ്ട്.